السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على خير من بدء الثرى وعلى آله وصحابته أسود الشرى وتابعيهم كنوز الورى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله السميع العليم من الشيطان الرجيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبورا ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെയും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലെന്നും കാത്തു സൂക്ഷിക്കുവാൻ അള്ളാഹു അനുഗ്രഹിച്ച അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസിദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മളെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും മുസ്ലിം ഉമ്മത്തിനെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ ആദരിച്ചത് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടാണ്. ഒരുപാട് വേദഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപരിയിൽ നിന്ന് മനുഷ്യർക്കായി ഇറക്കിയിട്ടുണ്ട്. അതിൽ ഏതാനും വേദഗ്രന്ഥങ്ങളെ കുറിച്ച് മാത്രമാണ് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ വേദഗ്രന്ഥങ്ങൾ പോലും ഇറങ്ങിയിട്ടുള്ളത് റമളാനിലാണ് എന്ന് ഖതാദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ടതായ സുഹഫ് എന്ന വേദഗ്രന്ഥം വിശുദ്ധ റമളാനിന്റെ തുടക്കത്തിലാണ് അദ്ദേഹത്തിന് ഇറക്കിയത്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയതായ തൗറാത്ത് അത് റമളാനിലെ 6 രാത്രിക്ക് ശേഷമാണ് ഇറക്കിയിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയതായ ഇഞ്ചീൽ റമളാൻ 13 ശേഷമാണ് നൽകിയത്. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയതായ പരിശുദ്ധ ഖുർആൻ റമളാൻ 24 രാത്രിക്ക് ശേഷമാണ് ഇറക്കിയത് എന്ന് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചതും ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് ഹസനായ ഹദീസാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് റമളാനെ ആദരിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാകട്ടെ എല്ലാ രാത്രികളിലും പ്രവാചകന്റെ അടുക്കൽ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിച്ചതായ പരിശുദ്ധ ഖുർആൻ മുഴുവനായിക്കൊണ്ടും, അഥവാ അതുവരെ ഇറങ്ങിയതായ പരിശുദ്ധ ഖുർആൻ മുഴുവനും ജിബ്രീലിന് ഓതി കൊടുക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനശീലത്തെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്, അജ്വദന്നാസി വകാന അജ്വദു മാ യകൂനു ഫി റമളാൻ. ഏറ്റവും കൂടുതൽ ദാനശീലമുള്ള ആളായിരുന്നു പ്രവാചകൻ. ആ പ്രവാചകൻ ഏറ്റവും കൂടുതൽ ദാനം ചെയ്തത് റമളാനിലായിരുന്നു. ഹീന യൽഖാഹു ജിബ്രീൽ, അത് ജിബ്രീലിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിലാണ്. വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ,
റമളാനിന്റെ എല്ലാ രാത്രികളിലും ജിബ്രീൽ പ്രവാചകന്റെ അടുക്കൽ വരികയും ഫയുദാരിസുൽ ഖുർആൻ, പ്രവാചകന് ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഖുർആൻ ഓതുന്നത് ഏറ്റവും വലിയ ദാനമാണ്, ധർമ്മമാണ് അത് എന്നാണ്. മനുഷ്യൻ വിശ്വാസം നിർവഹിക്കുന്ന ധർമ്മങ്ങളിൽ ഏറ്റവും നല്ല ധർമ്മമാണ് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് ക്ഷീണിച്ച് അവശരായി ദാഹിച്ച് വലഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് സംജാതമാവുകയാണ് എങ്കിൽ അവരെ കുറിച്ച് സുദീർഘമായ ഒരു ഹദീസിൽ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ നാളെ മഹിശ്ശറയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഖുർആൻ നിങ്ങളുടെ അടുക്കൽ ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയാം? റജുലു ഷാഹിബി എന്ന പ്രവാചകൻ പറഞ്ഞു. റജുലു ഷാഹിബി എന്ന് പറഞ്ഞാൽ പണിയെടുത്ത് ക്ഷീണിച്ച് അവശനായി തളർന്നു പോയ ഒരു മനുഷ്യനെയാണ് പറയുക. അപ്പൊ അതുപോലെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്ത് അവശരാകണം എന്നാ പറയുന്നത്. അങ്ങനെ ആയിത്തീരുമ്പോൾ നിങ്ങൾ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഖുർആൻ നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നിനക്കെന്നെ പരിചയമുണ്ടോ, നിനക്കെന്നെ അറിയുമോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഈ മനുഷ്യൻ അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? എനിക്ക് നിന്നെ ഒരു പരിചയമില്ല. കാരണം ഇയാൾ അവശനായിട്ടുണ്ട്, തളർന്നിട്ടുണ്ട്. ആ രൂപത്തിലാണ് ഇയാൾ പറയുന്നത്. ഇത് 2-3 തവണ ഖുർആൻ ചോദിക്കുമ്പോഴും ഇയാൾ പറയുന്ന മറുപടി എനിക്ക് നിന്നെ അറിയില്ല എന്നതാണ്. അപ്പൊ ഖുർആൻ സ്വയം അയാളെ പരിചയപ്പെടുത്തുകയാണ്. എന്നാൽ ഞാൻ ആരാണെന്ന് നിനക്കറിയണ്ടേ? ദുനിയാവിൽ നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സാഹിബ് ആരായിട്ടറിയോ? സാഹിബ് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആള്, നിന്റെ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനായിരുന്നു കേട്ടോ എന്ന്. എന്നിട്ട് പറയുകയാണ് ഖുർആൻ, അല്ലദീ അൽമഅതുക ഫിൽ ഹവാജിരി, പകലുകളിൽ നിന്നെ ദാഹിപ്പിച്ചു കളഞ്ഞവനാണ് ഞാനെന്ന്. ഖുർആൻ ഓതി ഓതി തൊണ്ട വരണ്ട് പോവുക. അതാണ് അൽമഅതുക ഫിൽ ഹവാജിരി എന്ന് പറഞ്ഞാല്. മാത്രമല്ല രാത്രിയിൽ നിന്റെ ഉറക്കം കളഞ്ഞ ഒരാളാണ്. എന്നുവെച്ചാൽ കഴിയുന്ന അത്ര രാത്രിയിലും പാരായണം ചെയ്യുക. അങ്ങനെ നീ രാവിലും പകലിലും ഖുർആൻ പാരായണം ചെയ്ത അവസരമായ ഒരു മനുഷ്യനാണ്. നീ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ നീ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു കച്ചവടക്കാരനായിരുന്ന. അപ്പൊ നമ്മുടെ ഇബാദത്തുകളൊക്കെ ഒരു ബിസിനസ്സാണ് എന്നാണ് ഇസ്ലാം നമ്മളെ പരിചയപ്പെടുന്നത്. നമ്മളൊക്കെ ഓരോ നിലയ്ക്കല്ലെങ്കിൽ മറ്റൊന്നിലേക്കുള്ള കച്ചവടക്കാരാണല്ലോ. എങ്കിൽ ഖുർആൻ പാരായണം ചെയ്യലും ഒരു ബിസിനസ്സാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ആയത്തുകൂടിയാണ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. സൂറത്തുൽ ഫാത്തിറിലെ 29-30 വചനങ്ങൾ. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്ന ആളുകൾ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന ആളുകൾ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായി ചെലവഴിക്കുന്ന ആളുകൾ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കച്ചവടമാണ് കേട്ടോ അത്. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുക. ഏത്? ഖുർആൻ പാരായണം ചെയ്തിട്ട് ദുനിയാവിൽ ആരും കൂലി തന്നിട്ടില്ല, നമസ്കരിച്ചിട്ടാരും ദുനിയാവിന് കൂലി തന്നിട്ടില്ല, തരൂല്ല. അതുപോലെ തന്നെ നിങ്ങൾ ധർമ്മ ചെയ്തതിന് പകരം നിങ്ങൾക്ക് ആരും ഒന്നും തന്നിട്ടില്ല, തരൂല്ല. എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാത്ത ഒരു കച്ചവടം തന്നെയാണ്. അതാണ് നേരത്തെ മുകളിൽ പറഞ്ഞ ഹദീസിൽ പറഞ്ഞത്, ദുനിയാവിൽ നിങ്ങൾ കച്ചവടക്കാരനോ പല കച്ചവടക്കാരെയും പോലെ. പക്ഷെ ദുനിയാവിലെ കച്ചവടക്കാരുടെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? അവർ കച്ചവടത്തിൽ ലാഭം കൊയ്യുന്ന തിരക്ക് കൊണ്ട് നിങ്ങളോടൊപ്പം എത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. അവർ ദുനിയാവിൽ കച്ചവടം ചെയ്തുകൊണ്ട് ലാഭവിഹിതം നേടിയെടുക്കുന്ന തിരക്കിലായിരുന്നു. നിങ്ങൾ ദുനിയാവിൽ ലാഭം കിട്ടാത്ത കച്ചവടത്തിലായിരുന്നു. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുകയാണ്, അവർ നിങ്ങളുടെ പുറകിലാണ്. കാരണം അവർ ലാഭം കൊയ്യുന്നത് കൊണ്ട് നിങ്ങളോടൊപ്പം എത്താനും കഴിയുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ദുനിയാവിലെ കച്ചവടക്കാരൊക്കെ എവിടെയാണ്? അവരൊക്കെ നിങ്ങളുടെ മുൻപിലാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇവിടെ ഒരു ലാഭവിഹിതം ഇല്ലാന്നർത്ഥം. എന്നാൽ ഇന്ന് നിങ്ങൾ ആരാണ്? ആ കച്ചവടക്കാരുടെ, ദുനിയാവിലെ കച്ചവടക്കാരുടെ പുറകിലാണ് കേട്ടോ
ഇന്ന് ലാഭം കൊയ്യുന്ന തിരക്കുകൊണ്ട് അവരോടൊപ്പം നിങ്ങൾക്ക് എത്താനും കഴിയുകയില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ലാഭവിഹിതം എന്തൊക്കെയാണെന്ന് അറിയേണ്ടതാണ് പരലോകത്ത്. നിങ്ങൾക്ക് രാജാധിപത്യം നിങ്ങളുടെ വലത് കയ്യിൽ അള്ളാഹു വെച്ചു തരും. ശാശ്വത ജീവിതം ഇടത് കയ്യിലും വെച്ചു തരും. ആദരവിന്റെ കിരീടം നിങ്ങളുടെ തലയിൽ ചാർത്തുന്ന ദിവസമാണ് ഇന്ന് എന്ന് ഖുർആൻ അവരോട് പറയുകയാണ്. മാത്രല്ല, ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മാതാപിതാക്കൾക്കും അള്ളാഹു ഏറ്റവും നല്ല ഉടയാടകൾ അണിയിച്ച് അലങ്കരിക്കുന്ന ദിവസമാണ് നാളെ പരലോകം. മാത്രല്ല, ദുനിയാവ് മുഴുവനും വിറ്റാലും അത് പരിഹരിക്കാൻ കഴിയ അത്ര വില പിടിപ്പിച്ച വസ്ത്രങ്ങളായിരിക്കും അവരെ കൊണ്ട് അണിയിക്കുക എന്നുള്ളതാണ്. അവർ റബ്ബിനോട് ചോദിക്കാൻ മാതാപിതാക്കൾ, റബ്ബേ, ഇത്ര നല്ല വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ ഞങ്ങൾ അണിയിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് നന്മകളാണ് ചെയ്തിട്ടുള്ളത്? അപ്പോൾ അവരോട് പറയപ്പെടും, നിങ്ങളുടെ മക്കൾ ഖുർആൻ പാരായണം ചെയ്തു, അല്ലെങ്കിൽ അവരെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന്റെ പ്രതിഫലമാണ് ഇത് എന്നുള്ളതാണ്. എന്നിട്ട് അത് അങ്ങനെ നീണ്ടുപോകുന്നത് ഹദീസ്. അങ്ങനെ ഒരുപാട് ഖൈറുകൾ നേടിയെടുക്കാൻ പറ്റുന്നതാണ് ഖുർആൻ പാരായണം എന്നുള്ളതാണ്. മാത്രമല്ല, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളും ഔലിയാക്കന്മാരും അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്, ബന്ധുക്കളാണ് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സഹീഹായ മറ്റൊരു ഹദീസിൽ പറയുന്നത്. ഇന്നല്ലാഹ അഹിലൈ മിനൻ നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് ബന്ധുക്കളുണ്ട് അള്ളാഹുവിന്. സഹാബത്ത് പറയുന്നത്, യാ റസൂലുള്ളാഹി അൻഹും, ആരാണ് പ്രവാചകരെ അവർ? റസൂലുള്ളാഹി പറയുകയാണ്, ഒന്ന് ഹും അഹ്ലുൽ ഖുർആൻ, ഒന്ന് ഖുർആനിന്റെ ആൾക്കാരാണ്, അഥവാ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന ആളുകൾ. അഹ്ലുല്ലാഹി വഖാസത്തുഹു, മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രത്യേക കുടുംബക്കാര്. അതാണ് ഖുർആൻ പഠിക്കുക മാത്രമല്ല പഠിച്ചതനുസരിച്ച് കൊണ്ട് ജീവിക്കുകയും ചെയ്യുന്നവർ, അവർ ഔലിയാക്കന്മാർ എന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. വേറെ ഹദീസിൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുകയാണ്, യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന, അവർക്ക് അള്ളാഹുവിന്റെ ശാന്തി എപ്പോഴും ഉണ്ടാകുന്ന. ഈ സക്കീനത്ത് എന്നുള്ള വാക്കുണ്ടല്ലോ, അത് വിശദീകരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രമാത്രം ആഴത്തിൽ കിടക്കുന്ന ഒരു വാക്കാണ് അത് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ദുനിയാവില് സന്തോഷം, സമാധാനം, സമൃദ്ധി, ഐശ്വര്യം, അഭിവൃദ്ധി, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് സക്കീന എന്നുള്ളത്. അപ്പൊ അവർക്കത് ലഭിച്ചുകൊണ്ടേയിരിക്കും ഖുർആൻ പാരായണം ചെയ്യുന്ന കാലം അത്രയും. അള്ളാഹുവിന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കും. മലക്കുകൾ അവരെ ഒന്നിച്ചാവരണം ചെയ്യും. അള്ളാഹുവിന്റെ അടുക്കലുള്ള മുഖറബുകളായ മലക്കുകളോട് ഈ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു സന്തോഷം പങ്കുവെച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അമ്മാ ഇന്ന നബിയ്യക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാൽ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ് പറയുകയാണ്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമ, അല്ലാഹു ഈ ഖുർആൻ മുഖേന ചില ആളുകളെ ഉയർത്തുമെന്നാ പറയുന്നത്. ചില ആളുകളെ ഒന്നുമില്ലാണ്ടാക്കും. ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസാണ്. എന്ന് വെച്ചാൽ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആൻ പഠിക്കുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ ഖുർആൻ മുഖേന ഉയർന്നുകൊണ്ടേയിരിക്കും ദുനിയാവിലും നാളെ പരലോകത്ത്. ഇകഴ്ത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഖുർആനൊക്കെ അവർ നന്നായി പോകുന്നുണ്ടാവും, പക്ഷെ ഖുർആനും അവരും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകില്ല. അവർ ഒന്നുമില്ലാതെ തീരും ദുനിയാവിലും ആഖിറത്തിലും എന്നാണ്. ഇനി മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ഏകദേശം 11ഓളം സുജൂദിന്റെ ഭാഗം വരുന്നുണ്ട്. ഈ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇബ്ലീസ് പറയുകയാണ്, അബൂ ഹുറൈറ എന്ന ഇമാം മുസ്ലിം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ പറയുന്നത്, ഇദാ ഖറഅ ഇബ്നു ആദം അസ്സജദ,
നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തില് ആദമിന്റെ പുത്രൻ അവിടെ സുജൂദ് ചെയ്യും. ഈ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തില് പിശാച് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറി നിൽക്കും. എപ്പോൾ എന്നിട്ട് പിശാച് പറയുകയാണ്, യാ വൈലി, എന്റെ നാശമേ, അമറ ഇബ്നു ആദം ബിസുജൂദ് ഫസജദ ഫലഹുൽ ജന്ന. ആദമിന്റെ പുത്രനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അവനത് സുജൂദ് ചെയ്തു. കാരണം സുജൂദിന്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യാറുണ്ടല്ലോ. അവനത് ആ സുജൂദ് ചെയ്തു, അവന് സ്വർഗമാണല്ലോ എന്നാ. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആ സുജൂദിന്റെ ഭാഗത്തൊക്കെ ഒന്ന് സുജൂദ് ചെയ്താൽ ഒരു സ്വർഗമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഫർളായ നമസ്കാരത്തിൽ വരുന്ന സുജൂദിന്റെ ശ്രേഷ്ഠത ആലോചിച്ച് നോക്കുക. സുജൂദി എന്നാൽ എന്നോട് പറഞ്ഞ സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നു, കൽപ്പിച്ചിരുന്നു. അതേതാ? ആദം നബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് ഇബ്ലീസ് പറഞ്ഞത്, ഞാനത് അനുസരിച്ചില്ല, ഞാൻ വിസമ്മതിച്ചവനാണല്ലോ, എനിക്ക് നരകമാണ്. അപ്പൊ ഒരു സുജൂദ് കൊണ്ട് സ്വർഗം വരെ നേടിയെടുക്കാൻ കഴിയും. അത് ഖുർആൻ പാരായണം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ വരെ തിലാവത്തിന്റെ സുജൂദിൽ പോലും എന്നുള്ളതാണ്. മാത്രമല്ല അബീശുറൈബിൻ ഖുസാഇയിൽ നിന്നും ധരിക്കുന്ന മറ്റൊരു സഹിഹായ ഹദീസിൽ പറയുകയാണ്, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. ഒരിക്കൽ നബി ഞങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക, അലൈസ തശ്ഹദൂന അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നിങ്ങൾ എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നവരല്ലേ? വഅന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഖാലു വലാ യാ റസൂലുള്ളാഹ്. അവരൊന്നടങ്ക സഹാബത്ത് പറയുകയാണ്, റസൂലേ അങ്ങനെ തന്നെയാണ്. ഖാല, അപ്പൊ റസൂൽ പറയുകയാണ്, ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നമ്മുടെ കൈവശമുള്ള ഖുർആൻ, തറഫുഹു ബിയദില്ലാഹ്, അതിന്റെ മറുതല അല്ലാഹുവിന്റെ കയ്യിലാണെങ്കിൽ മറുതല നിങ്ങളുടെ കൈകളിലുമാണ് കേട്ടോ. അതാണ് ഖുർആനിന്റെ ഒരറ്റം നിങ്ങളുടെ കൈകളിലും മറുതല അല്ലാഹുവിന്റെ കയ്യിലുമാകുന്നു. അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക, അത് നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. ഒരിക്കലും നിങ്ങൾ വഴിതെറ്റി പോവുകയോ ഒരിക്കലും നിങ്ങൾ അപകടത്തിൽപ്പെട്ടു പോവുകയോ ചെയ്യുകയില്ല കേട്ടോ. ആ ഖുർആൻ കൈവിട്ടതിന്റെ ഭവിഷ്യത്താണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല നോക്കുക, ഖുർആനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് സമയം കുറവായതുകൊണ്ട് മറ്റൊരു വിഷയം കൂടി ചേർത്ത് ഇതിനോടൊപ്പം പറയുകയാണ്. ഖുർആനിന്റെ മാസത്തിൽ തന്നെയാണ് പ്രാർത്ഥനയുടെ ആയത്തും ഇറങ്ങിയിട്ടുള്ളത്. ഈ റമദാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഒരുപാട് വിധിവിലക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അവതരിച്ചൊരു ആയത്ത് കൂടിയാണിത്, പ്രാർത്ഥനയുടെ ആയത്ത്. അപ്പൊ ഇത് ഖുർആനിന്റെ മാസമാണ്, പ്രാർത്ഥനയുടെ കൂടി മാസമാണ് എന്നുള്ളതാണ് ഈ രണ്ട് സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതാണ് ആയത്തത്? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവതത്താഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ. പ്രത്യേകിച്ച് ഇക്കാലഘട്ടത്തില് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ടതും മറ്റുള്ളവരെ പഠിപ്പിക്കേണ്ടതുമായ ഒരു വചനവും കൂടിയാണ്. എല്ലാവർക്കും ഈ ആയത്തിനെ കുറിച്ച് അറിയാം, പക്ഷേ നമ്മൾ മറന്നു പോകുന്നു എന്നതാണ് സത്യം. എന്തായി പറയുന്നത്? വഇദാ സഅലക ഇബാദി, നബിയോട് പറയുകയാണ്, എന്റെ അടിമകൾ എന്നെ കുറിച്ച് പ്രവാചകരെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ടത്? റസൂലുള്ള പറയാണ്, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന. എന്താ ഖരീബ് എന്ന് പറഞ്ഞാല്? എന്താ ഇങ്ങനെ നിൽക്കുന്നവരെയാണ് ഖരീബ് എന്ന് പറയുക. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, എന്ത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ ഒരു അറബി വന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഇതാരാ നിന്റെ ചോദിച്ചു, നമ്മളെന്താ പറയുക? അത് ഖരീബാണ് എന്ന് പറയും. ഖരീബാണ് പറഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധു, അതിനാണ് ഖരീബ് എന്ന് പറയുക. എങ്കിൽ അമ്മ നിങ്ങളുടേതാ അജിതത്താണ് എന്നാ. വേറെ സുഹൃത്ത് പറയില്ലേ, നിങ്ങളുടെ കണ്ടനാടിയോളം അടുത്ത് കിടക്കുന്നവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന മറ്റൊരായത്തിലൂടെ അള്ളാഹു പറയുന്നത്. എങ്കിൽ ഇവിടെ വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്രയും അജിതത്തുള്ള അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ ഇനി നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണോ?
നമ്മളെവിടെയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണ്. ഇപ്പൊ പറയുന്ന മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ, വെള്ളത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ, കുടുങ്ങിപ്പോയാൽ നമുക്ക് ആരെ വിളിക്കാം? അല്ലാത്തൊരു പടപ്പിനെ വിളിക്കുക എന്നൊരു വിശ്വാസം ഇന്ന് നമ്മളെ കൂട്ടത്തിൽ പല ആളുകൾ വെച്ച് നടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇസ്തിഖാമത്തിനെ കുറിച്ച് പറയാറ്. അതിനുള്ളൊരു ക്ലാസ് എനിക്കുണ്ട്, അതുകൊണ്ടൊന്നും ഞാൻ പറയാതിരുന്നത്. അത് അടുത്ത ആഴ്ച പിന്നേ വരുന്നുണ്ട്. അത് ഇസ്തിഖാമത്തിനെ കുറിച്ച് അതിന് ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. അപ്പൊ അള്ളാഹ് പറയാം, നിങ്ങളുടെ അരികെ തന്നെ ഉണ്ട് ഞാൻ കേട്ടോ, ഞാൻ വിദൂരത്തല്ല. അതുകൊണ്ട് എന്ത് വേണം? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണോ? പ്രാർത്ഥിക്കുന്നവർ എന്നോട് തന്നെ പ്രാർത്ഥിക്കട്ടെ, എന്നോട് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ഉത്തരം ചെയ്യും. മാത്രല്ല നിങ്ങൾക്ക് സന്മാർഗവും ലഭിക്കും, ഹിദായത്ത് കിട്ടുമെന്ന് ഉത്തരവും കിട്ടും എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രല്ല നോക്കുക, നമ്മൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സന്തോഷ വാർത്ത കൂടി അള്ളാഹുവിന്റെ റസൂൽ നൽകുകയാണ്. മൂന്ന് കൂട്ടരുണ്ട് കേട്ടോ. അവിടെ പ്രാർത്ഥന അല്ലാഹ് തള്ളിക്കളയുകയില്ല എന്നാണ്. അതിൽ ഒന്നാമതായി കൊണ്ട് എടുത്തു പറയുന്നത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ നേതാവ്. നീതിമാനായ നേതാവ് അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹ് മറകൂടാതെ ഉത്തരം നൽകുന്ന. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, മറകൂടാണ്ട് ഉത്തരം കിട്ടുന്ന. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എത്ര വലിയ സമ്പന്നനാണെങ്കിലും അവനും ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അവരെത്ര വലുതാവുന്നോ അതിനനുസരിച്ച് പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ ദുനിയാവ് നമുക്കതൊന്നും സംതൃപ്തി നൽകൂലാന്ന് പറഞ്ഞത്. ഈശത്തു റാവിയ അത് പരലോകത്ത് മാത്രമേ കിട്ടുള്ളൂ. തൃപ്തികരമായ ജീവിതം, സന്തോഷകരമായ ഒരു ജീവിതം അത് പരലോകത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ള. ദുനിയാവിൽ നമുക്ക് ഒന്നുകൊണ്ടും തൃപ്തികരമായ ജീവിതം നേടാൻ കഴിയില്ല. എന്നാൽ നേടാൻ കഴിയും എന്താണ്? അത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മാത്രമാണ് എന്നുള്ള. ആ ഒരു സ്മരണ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാം, സാന്ദർഭികമായ ഒരു കഥ പറയാറുണ്ട് ഞാൻ. ഹാറൂൺ റഷീദ് ഇസ്ലാമിക ലോകത്തെ ചരിത്രത്തിലെ ഖലീഫമാർക്ക് ശേഷം പിന്നീട് വന്ന ഖലീഫമാരിൽ ഏറ്റവും നല്ല ഭരണാധികാരി കൂടിയാണ് ഇമാം ഹാറൂൺ റഷീദ്, ഖലീഫ ഹാറൂൺ റഷീദ്. അദ്ദേഹം എത്ര നല്ല മനുഷ്യനാണെങ്കിലും ഒരു ചെറിയൊരു വീക്ക്നെസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്റെ ജ്ഞാനി എന്നുള്ളൊരു മനോഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ തിരുത്തിയാൽ ഉടനെ തിരുത്തുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. അതിലുണ്ടായ ഒരു സംഭവം, ഒരിക്കൽ അദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് ഒരു പണ്ഡിതൻ കടന്നു ചെല്ലുകയാണ്. ആ കടന്നു ചെല്ലുന്ന സന്ദർഭത്തിൽ ഹാറൂൺ റഷീദ് ഒരു ഗ്ലാസ് വെള്ളത്തെ കുടിക്കാൻ നിൽക്കുക. അപ്പൊ ഈ പണ്ഡിതൻ പറഞ്ഞു, നിൽക്കട്ടെ അവിടെ ഖലീഫ, എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നതിന് ശേഷം വെള്ളം കുടിച്ചാൽ മതിയോ? അപ്പൊ ഹാറൂൺ റഷീദ് തിരിച്ചു ചോദിച്ചു, അതെന്നെ വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യമാണോ താങ്കൾ ചോദിക്കാൻ പോകുന്നത് ചോദിച്ചു. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലോ അന്ന് നിങ്ങൾ ചോദിക്കുന്നു പറഞ്ഞു. അപ്പൊ ഈ പണ്ഡിതൻ ചോദിച്ചു, ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാനെന്നുള്ളൊരു മനോഭാവം കുറച്ചുള്ള ഒരാളാണ് പറഞ്ഞില്ലേ. ആ ഉത്തരം അങ്ങനെ തന്നെ കൊടുക്കുകയും ചെയ്തത്, എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ വിറ്റിട്ടെങ്കിലും അകത്താക്കും പറഞ്ഞു. അപ്പൊ പണ്ഡിതൻ തിരിച്ച് രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചു, അകത്താക്കിയ വെള്ളം പുറത്തു പോകുന്നില്ലെങ്കിൽ ബാക്കിയുള്ള പകുതി കൂടി മുക്കുവോ ചോദിച്ചു. ഹാറൂൺ റഷീദ് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇതിൽ എന്താ പഠിപ്പിച്ചു കൊടുത്ത പാഠം? ഒരു രാജാവിന്റെ സാമ്രാജ്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് പുറത്തു കളയാൻ പോലും ഇല്ല എന്നാണ് ഒരു പാഠം പഠിപ്പിച്ചു കൊടുത്ത്. അപ്പൊ ഹാറൂൺ റഷീദ് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പറ്റിയ ഒരു ഉപദേഷ്ടാവിനെ നിങ്ങൾ നിശ്ചയിച്ചു തരണം എന്ന്. നിശ്ചയിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന ആ സഹാബികളുടെ മക്കളിൽപ്പെട്ട താപീയങ്ങളിൽപ്പെട്ട പ്രഗത്ഭനായ ഒരു പണ്ഡിതനും ചിന്തകനും വാഗ്മിയും ആയ ഒരു മനുഷ്യന് അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയത്. ഈ ഹാറൂൺ റഷീദ് മറ്റൊരിക്കല് അയൽപക്കത്തുള്ള രാജ്യത്തിലെ രാജാക്കന്മാരൊക്കെ വിളിച്ച് സൽക്കാരം കൊടുത്തു. ആ സൽക്കാരം കൊടുക്കുന്ന സന്ദർഭത്തില് രാജാവ് ഹാറൂൺ റഷീദ് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഇവരെങ്ങനെ സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സന്ദർഭത്തില് അദ്ദേഹത്തിന്റെ ഭൃത്യൻ ഒരു പാത്രത്തില് ഭക്ഷണങ്ങൾ കൊണ്ടുവരുമ്പോ കാർപ്പറ്റിന് തല തട്ടി തടഞ്ഞുകൊണ്ട് ഈ ഭക്ഷണപാത്രം അങ്ങനെ അദ്ദേഹത്തിന്റെ മേത്തുകൂടെ കൊണ്ടുപോയി. അത് ഈ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ചുകൊണ്ടായപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടാക്കി. സഭയെല്ലാം പിരിഞ്ഞതിന് ശേഷം കൽപ്പന കൊടുത്തു ഹാറൂൺ
ഹാറൂൻ റഷീദ് അദ്ദേഹത്തിന്റെ തല വെട്ടാൻ, വധശിക്ഷ കൊടുക്കാൻ, ഇത്രയും രാജാക്കന്മാർക്കിടയിൽ തന്നെ അപമാനിച്ചതിന്റെ പേരിൽ അങ്ങനെ വധശിക്ഷ കൊടുക്കുന്ന ദിവസം രാജാവ് വിളിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും അവസാനമായി കൊണ്ട് പറയാനുണ്ടോ ചോദിച്ചു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഈ ഭൃത്യൻ പറഞ്ഞു, ഉണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട് വന്ന് എന്റെ ഈ ബന്ധനം എനിക്ക് അഴിച്ചു തരണം, ഞാൻ എവിടെ പോകാനാ? ഇത്രയും പട്ടാളക്കാർ ആയുധധാരികളായിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഓടിപ്പോകുന്നത്, ഞാനൊന്നും പോകില്ല, എന്റെ ബന്ധനം ഒന്ന് അയച്ചു തരണം പറഞ്ഞു. അയച്ചു കൊടുത്തു. ഇദ്ദേഹം നേരെ അടുക്കളയിൽ ചെന്നുകൊണ്ട് ഒരു പാത്രം കറി എടുത്തുകൊണ്ട് വന്ന് ഹാറൂൻ റഷീദിന്റെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്നെ വധിക്കാം, കാരണം നേരത്തെ ഞാൻ തെറ്റുകാരനല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അങ്ങനെ നിങ്ങൾ എങ്ങാനും എന്നെ വധിക്കുകയാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഒരുപാട് നന്മകളുള്ള ഒരു രാജാവാണ്, പക്ഷേ ഇപ്പൊ ഞാൻ കുറ്റക്കാരനാണ്, ഇനി നിങ്ങൾക്ക് എന്നെ വധിക്കാം, കാരണം ഇനി നിങ്ങൾ ആ പരലോകത്ത് രക്ഷപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ ഭൃത്യൻ ഒരായത്ത് ഹാറൂൻ റഷീദിന് ആ സന്ദർഭത്തിൽ ഓതി കേൾപ്പിച്ചു, വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. കോപം വരുമ്പോൾ പിടിച്ചു നിർത്തുകയും പൊതുജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്യുന്നവർ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരാകുന്നു എന്ന് ആയത്തോതിയപ്പോൾ ഹാറൂൻ റഷീദ് ആ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ സുജൂദ് ചെയ്തു. എഴുന്നേറ്റിട്ട് അദ്ദേഹം പറഞ്ഞു, മനുഷ്യറയിലെ വമ്പിച്ച നാണക്കേടിൽ നിന്ന് ശിക്ഷയില്ല, എന്റെ ഭൃത്യൻ എന്നെ മോചിപ്പിച്ചിരിക്കുകയാണ്, താങ്കൾ സ്വതന്ത്രനാണ് എന്നാ പറഞ്ഞത്. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. മറ്റുള്ളവരല്ല, നമ്മൾ രക്ഷപ്പെടുകയാണ്. അവർ രക്ഷപ്പെടുന്നത് നമ്മുടെ കൈകളിൽ നിന്നാണ്, നമ്മൾ രക്ഷപ്പെടുന്ന അള്ളാഹുവിന്റെ കരങ്ങളിൽ നിന്നാണ്. ആ ഒരു ചിന്തയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥിക്കാൻ. നോമ്പുകാരന്റെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കുമെന്നാണ് അള്ളാഹു നമുക്ക് പ്രവാചകനിലൂടെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മർദ്ദിതന്റെ പ്രാർത്ഥന. ആരോ മർദ്ദിതൻ? ശരീരത്തിന് തല്ലുകൊള്ളുന്നവർ മാത്രമല്ല, മാനസികമായ മർദ്ദനം അതിലും വലിയ മർദ്ദനമാണ്. അപ്പൊ മർദ്ദിതന്റെ പ്രാർത്ഥന അള്ളാഹു മറകൂടാതെ സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. അത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് ശപഥം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്നാണ് പറയുന്നത്. മാത്രല്ല റമളാനിന്റെ രാത്രിയിലും പകലിലും ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവും പകലുമാണ് എന്നുള്ള. അപ്പൊ ആ സന്ദർഭത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉത്തരമുണ്ട് എന്നുള്ളതാണ് അബൂ സഈദ് അൽ ഖുദരിയിൽ നിന്നും ഉദ്ധരിക്കുന്ന മറ്റൊരു സ്വഹീഹായ ഹദീസിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് റമളാനിന്റെ ഓരോ സമയവും സ്പെഷ്യൽ ആയിട്ടുണ്ട്. സുലുസുൽ ലൈലില് അഥവാ സുബഹിക്ക് മുമ്പുള്ള സമയം, അവസാനത്തെ 10 കാത്തു നിൽക്കണ്ട. ഇത് നമുക്ക് ഈ വർഷം കിട്ടുന്ന സുവർണാവസരമാണ്. അടുത്ത വർഷം നമ്മൾ ഉണ്ടാകുമോ എന്ന കാര്യം ഒരു ഉറപ്പുമില്ലാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. കിട്ടിയ അവസരങ്ങൾ മുതലാക്കുക. നാളെ റബ്ബിന്റെ കോടതി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ യോഗ്യതയായി പറഞ്ഞപ്പോൾ സൂറത്ത് ദാരിയാത്ത് നമുക്ക് പരിചയപ്പെടുന്ന ഇപ്രകാരമാണ്, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഉയൂൻ. മുത്തഖീങ്ങൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ അരുവികൾ ഒഴുകുന്ന ആരാമത്തിലാണ്. അല്ലാഹു സ്വർഗ്ഗലോകത്ത് എന്തൊക്കെയാണോ തയ്യാറാക്കിയിട്ടുള്ളതെങ്കിൽ അതൊക്കെ അവർ ഏറ്റുവാങ്ങി അനുഭവിച്ച് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അവർ സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ദുനിയാവിൽ അവർ മുഹസ്സിനീങ്ങളായിരുന്നു എന്നാണ്. എന്താ ഈ അവസ്ഥ എന്ന് പറയും? ഇസ്ലാമിൽ സുഹൃത്തുക്കൾ എന്തൊക്കെയാണെന്ന് അറിയുമോ? അവർ രാത്രിയിൽ അല്പം മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നാ. അത് റമളാൻ സ്പെഷ്യലും. എന്നിട്ടോ എന്താണ് ബാക്കിയുള്ള സമയം അവർ ചെയ്തത്? സുഹൂറിന്റെ സമയത്ത് അഥവാ അത്താഴത്തിന്റെ സമയത്ത് അവർ എന്ത് ചെയ്യും? അള്ളാഹിനോട് പൊറുക്കലിനെ തേടുന്നവരാണെന്ന. അതാണ് അവർ ചെയ്ത സുഹൃത്തം എന്നാണ്. അതാണ് അവർ ചെയ്ത ഇഹ്സാൻ. അതാണ് അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് എന്നുള്ള. അപ്പൊ റമളാനിന്റെ രാവിലും പകലിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്. അത് നമുക്ക് കിട്ടിയ സുവർണ അവസരമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ തയ്യാറാവുക. നമ്മുടെ പ്രാർത്ഥന
അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഖുർആൻ പാരായണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഫർദ് സുന്നത്തുമായിട്ടുള്ള നമസ്കാരങ്ങൾ മറ്റ് ഇബാദത്തുകളൊക്കെയും എല്ലാ പോരായ്മകളും പരിഹരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, മനുഷ്യ സഹജമായും അല്ലാതെയും ഞങ്ങളെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളും ഏറ്റക്കുറവുകളും പോരായ്മകളും നിന്റെ കാരുണ്യം കൊണ്ട് പരിഹരിച്ച് ഞങ്ങളിൽ നിന്ന് പരിഗണിക്കണമേ റബ്ബേ. ഏറ്റവും നല്ല വിഭവങ്ങൾ തയ്യാറാക്കി നിന്റെ മുൻപിൽ അഭിമാനത്തോടെ വന്നു നിൽക്കാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പൈശാചികമായ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഞങ്ങളിൽ നിന്ന് പിശാചിന്റെ എല്ലാവിധ പൈശാചികതകളിൽ നിന്നും ശത്രുക്കളുടെ എല്ലാവിധ ശത്രുതകളിൽ നിന്നും അസൂയക്കാരുടെ എല്ലാവിധ അസൂയകളിൽ നിന്നും കുതന്ത്രശാലികളുടെ എല്ലാവിധ കുതന്ത്ര വലയങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് രക്ഷയും മോക്ഷവും നൽകി നീ തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിലും കുടുംബത്തിലും ഈ ഉമ്മത്തിലും ഒരുപാട് ആളുകൾ രോഗികളാണ് റബ്ബേ. എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകി സിഹത്തും ആഫിയത്തും നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നോമ്പുകാരന്റെ പ്രാർത്ഥന മറക്കൂടാതെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ റബ്ബേ, ഞങ്ങളുടെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും മുസ്ലിം ഉമ്മത്തിലെ എല്ലാ വിശ്വാസികളുടെയും പ്രാർത്ഥന നീ മറക്കൂടാതെ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്നെ നല്ല നിലയ്ക്ക് കണ്ടുകൊട്ടാനുള്ള ഏറ്റവും നല്ല കർമ്മവും ധർമ്മവും കാഴ്ചവെക്കാൻ നീ ഞങ്ങൾക്ക് തുണയേകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകി ആദരിക്കണമേ റബ്ബേ. സിഹത്തും ആഫിയത്തും മരിക്കുന്നത് വരെ ഞങ്ങൾക്ക് നിന്റെ ദാനമായി ഞങ്ങളുടെ എളിയ പ്രാർത്ഥന ഫലമായി നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കെന്നതുപോലെ ഞങ്ങളുടെ മക്കൾക്കും സ്വന്തമാകുന്ന ഒരു ജീവിതം നിന്റെ ദാനമായി ഞങ്ങളുടെ എളിയ പ്രാർത്ഥന ഫലമായി നൽകി നീ ആദരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഈ വൈകിയ വേളയിൽ ഈ അനുഗ്രഹീതമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. റമദാനിന്റെ രാവിലെ പകലിലും നിരവധി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരാണ് പണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്റെ അടുക്കലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തൗഫീഖ് നൽകണമേ റബ്ബേ. വരാനിരിക്കുന്ന ഞങ്ങൾക്കും അത്തരത്തിലുള്ള സൗഭാഗ്യം നൽകി നീ ആദരിക്കണമേ റബ്ബേ. ഒരു കണ്ണിന് വെട്ടുന്ന സമയം പോലും നരകത്തിന്റെ പീഡനങ്ങളോ മനുഷ്യരുടെ പ്രയാസങ്ങളോ അല്ലാഹുവേ ഞങ്ങൾക്ക് ഉണ്ടാകാതെ നിന്റെ കാരുണ്യ വർഷവും കാരുണ്യത്തിന്റെ നോട്ടവും ഞങ്ങളുടെ കയ്യും ഉണ്ടാകണമേ റബ്ബേ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انا نسألك من خير ما سألك منه نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم أنت المستعان وعليك البلاغ ولا حول ولا قوة إلا بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.